രാത്രി അവരിവിടെ വന്നു. മാത്തച്ചായൻ പണം വാങ്ങിയില്ല. സാക്ഷി പറഞ്ഞ മാത്തച്ചായനെ കൊല്ലുമെന്ന് അവർ പറഞ്ഞത്. എന്നിട്ട് മാത്തച്ചായൻ കോടതിയിൽ വരാൻ ഒരുങ്ങി. ഞാനാ വിടാഞ്ഞത്. കൊലക്കുറ്റത്തിന്റെ ശിക്ഷ വാങ്ങാൻ ഒരുങ്ങി നടക്കല്ലേ ജിപ്പിച്ചായൻ. മാത്തച്ചായനും കൂടി എന്തെങ്കിലും പിണഞ്ഞ ജിപ്പിച്ചായ, എനിക്ക് മാത്തച്ചായനെ ഇഷ്ടമാ. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവര്. മാത്തച്ചായൻ എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. സത്യം, കർത്താവാണ് സത്യം. എത്ര നാളായി നിങ്ങൾ തമ്മിൽ അടുപ്പത്തിലായിട്ട്? ലിസ പറഞ്ഞതൊക്കെ സത്യമാണെന്ന്. ജിമ്മിച്ച, ഞാൻ കാണിച്ചത് മാപ്പ് തരാൻ പറ്റാത്ത തെറ്റാണെന്ന് എനിക്കറിയാം. അത്താഴ പട്ടിണിക്കാരനായി എന്നെ പോലൊരുത്തൻ ആറ്റിപ്രാക്കല കൊച്ചിനെ. നിന്നെ എനിക്കറിയാം. അവള് നീ പരസ്പരം ഇഷ്ടപ്പെട്ടത് ഒരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷെ എല്ലാവരും എല്ലാം എന്നോട് മറച്ചു വെച്ചു. പലവട്ടം ഞാനിത് പറയാൻ ഒരുങ്ങിയതാ. പക്ഷേ അന്നെല്ലാം ലിസ എന്നെ തടഞ്ഞു. കാലത്തെ ലിസ അറിയാതെ ഞാൻ കോടതിയിലേക്ക് വരാൻ ഒരുങ്ങിയപ്പോഴും ഞാൻ വരാൻ ജിമ്മിച്ച, ഏത് കോടതിയിലും വരാം. വേണ്ട, ഇനി നീ സാക്ഷി പറയാനും സമരം ചെയ്യാനൊന്നും എന്നോടൊപ്പം വരണ്ട. ഞാൻ രണ്ടും കൽപ്പിച്ചുള്ള ഒരു പോക്കില്ല. എവിടെ ചെന്നെത്തുമെന്ന് എനിക്ക് പോലും അറിയില്ല. വല്യമ്മച്ചിക്ക് ആവക്കുമൊക്കെ നീ ആറ്റിപ്രാക്കലുണ്ടാവണം. യെസ്. അല്ല, ഞാനാ തൊമ്മിച്ച. എന്താ കാര്യം? ജിമ്മി, എടാ ജിമ്മി, നമ്മുടെ
എന്താ ജിമ്മി, സംഗതി കുറച്ച് പ്രശ്നമാണ്. മാത്തനെ കൊന്നത് നീയാണെന്ന് വരുത്തി തീർക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. മാത്രമേ ഞാൻ പോലീസ് നിന്നെയും കാത്ത് പഠിക്കാൻ നിൽക്കുകയാണ്. നീ വാ, എടാ വരാൻ വാ. തുമ്മിച്ച, ഞാൻ പിടികൊടുക്കാൻ പോവാ. നീ എന്താ ഈ പറയുന്നത്? ഞാൻ പിടികൊടുക്കാൻ പോവാ. പക്ഷെ മാത്തച്ഛനെ ഞാനല്ല, അവൻ എന്റെ വേണ്ട. അടുക്കരുത്. അടുത്ത ഞാൻ ചാവും. അടുക്കരുത്. എനിക്ക് ഇനി ഒന്നും നോക്കാനില്ല. ഒന്നും. എന്തിന്? കോടതി വിധിച്ച് തൂക്കിലേറിയാലും ഈ കാഞ്ചി വലിച്ച് ചത്താലും എല്ലാം മരണം തന്നെയല്ലേ മാഡം? മരണം, അതിനൊരു മീനിങ്ങേ ഉള്ളൂ. മരണം.